24 ഇമ്പാക്ട് അധ്യാപക നിയമനത്തിൽ കേറ്ററ്റിനുള്ള ഇളവുകൾ പിൻവലിച്ച് സംസ്ഥാന സർക്കാർ. അധ്യാപക നിയമനത്തിൽ കേറ്ററ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കി. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാതെ ഇളവ് നൽകിയത് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അക്ഷയൻ. കഴിഞ്ഞ 3 മാസം മുൻപാണ് സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ വിധി, അതായത് എല്ലാ അധ്യാപക നിയമനങ്ങൾക്കും കേറ്ററ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷവും ഈ അധ്യാപക നിയമനം സംബന്ധിച്ച് 2016 സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് തിരുത്താൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് PSC കഴിഞ്ഞ 3 മാസമായി വിവിധ അധ്യാപക തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ആ എല്ലാ നോട്ടിഫിക്കേഷനിലും ഈ കേറ്ററ്റിന്റെ ഇളവ്, അതായത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർക്ക് കേറ്ററ്റ് നിർബന്ധമല്ല എന്നുള്ള ഇളവ് നിലനിർത്തിയിരുന്നു. അതായത് MEd, PhD, MPhil, സെറ്റ്, നെറ്റ് എന്നീ യോഗ്യതകൾ നേടുന്നവർക്ക് കേറ്ററ്റ് നേടേണ്ടതില്ല, അവർക്ക് ഇളവുണ്ട് എന്ന് പരാമർശം അതേ രീതിയിൽ നിലനിർത്തിയിരുന്നു. അങ്ങനെ തന്നെയാണ് PSC നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട യോഗ്യതയിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ നൽകിയിരുന്ന ഇളവുകൾ, അതായത് MEd, PhD, MPhil ഒപ്പം സെറ്റ്, നെറ്റ് എന്നീ യോഗ്യത നേടിയവർക്ക് നേരത്തെ കേറ്ററ്റിന്റെ ഇളവുണ്ടായിരുന്നു. ആ ഇളവ് നൽകിയ ഉത്തരവ് പൂർണ്ണമായി പിൻവലിക്കുന്നു എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഇതിൽ ഇനി അറിയേണ്ടത് PSC നിയമനവുമായി ബന്ധപ്പെട്ട് PSC ചില വിജ്ഞാപനങ്ങൾ പുറത്തിറക്കിയിരുന്നു. സ്വാഭാവികമായി അതിൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കേറ്ററ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ, ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാകും. അവരുടെ അപേക്ഷ സ്വീകരിക്കുമോ അതോ പുതിയ വിജ്ഞാപനം നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തിയിരിക്കുന്നു. ഇനി PSC ആണ് തിരുത്തേണ്ടത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.